കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നിന്നാണല്ലോ. അതുകൊണ്ട് ആ വാക്യം ഇന്ന് രാത്രി വീണ്ടും നമ്മൾ വായിച്ചുകൊണ്ട് അത് ചിന്തിച്ചുകൊണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, എന്നാൽ അത് ഒരിക്കൽ കൂടെ നമ്മളത് കേട്ടുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രിയിൽ വായിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം തന്നു. വായിക്കാം. அவருடைய நாமத்தின் மேல் விசுவாசமுள்ளவர்களாய் அவரை ஏற்றுக்கொண்டவர்கள் எத்தனை பேர்களோ அத்தனை பேர்களும் தேவனுடைய பிள்ளைகள் ஆகும்படி அவர்களுக்கு அதிகாரம் கொடுத்தார். അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാനുള്ള അധികാരമുണ്ട്. അപ്പോഴ് ഈ അധികാരം എന്തിനാ? ദൈവ മക്കളാകാനായിട്ട്. മക്കൾ. നമുക്ക് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്നുകൊണ്ടാണ്. നമുക്ക് ഈ അബ്രഹാമിന്റെ ജീവിത ചരിത്രത്തെ പഠിക്കുമ്പോൾ, അബ്രഹാമിന്റെ ജീവിത ചരിത്രത്തിൽ നമ്മൾ ഒരു കാര്യം കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തില് അതിന്റെ 25-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം, അതിന്റെ 3അല്ല, അതിന്റെ 5-ാമത്തെ വാക്യം മാത്രം വായിക്കും. ஆபிரகாம் தனக்கு உண்டான யாவையும் ஈசாக்குக்கு கொடுத்தான். ഞാൻ അതൊന്ന് പറഞ്ഞു പോകാമേ. നിങ്ങൾക്കത് നല്ലപോലെ മനസ്സിലാകാനായിട്ടാണ് ഞാൻ അല്പം ശാന്തമായിട്ട് പറഞ്ഞു മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം അതിന്റെ പ്രധാന പോയിന്റിലേക്ക് വരാം. അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്. അബ്രഹാമിന് ദൈവം വേറൊരു മകനെ കൊടുത്തായിരുന്നു, ഇസ്മായേൽ. എന്നാൽ 25-ാം അധ്യായത്തിൽ അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾക്ക് കെതൂറ എന്നു പേർ. അവൾ സിമ്രാൻ, യൊക്ഷാൻ, മെദാൻ, മിദ്യാൻ, ഇഷ്ബാഖ്, ഷൂവഹ് എന്നിവരെ പ്രസവിച്ചു. അപ്പൊ അവരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവരെ കുറിച്ചെല്ലാം പറയുന്നത് ഇവരെല്ലാരും കെതൂറയുടെ മക്കൾ. കുറെ പേരുടെ കാര്യം പറയുന്നുണ്ട്. ഇവരെല്ലാം കെതൂറയുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ആരുടെ മക്കൾ തന്നെയാ? അബ്രഹാമിന്റെ മക്കളാ. ഇവരെല്ലാം അബ്രഹാമിന്റെ മക്കളാ. പക്ഷേ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുക, എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു. 6-ാം വാക്യം, അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. അവർക്ക് ദാനങ്ങളാ കൊടുത്തത്. അതിന്റെ 24-36 കൂടെ ഒന്ന് വായിക്കാം. 24-36. என் எஜமானுடைய மனைவியாகிய சாராள் முதிர் வயதான போது என் எஜமானனுக்கு ஒரு குமாரனை பெற்றாள். அவர் தமக்கு உண்டான யாவையும் அவனுக்கு கொடுத்திருக்கிறார். അവിടെ പറയുകയാണ്, നിനക്ക്, അതായത് അബ്രഹാമിന് മക്കൾ ഇഷ്ടംപോലുണ്ട്. ഇസ്മായേലുണ്ട്, ഈ പറഞ്ഞ കുഞ്ഞുങ്ങളെല്ലാരും ഉണ്ട് കേട്ടോ. ഈ 25-ാം അധ്യായത്തിൽ കാണുന്ന മക്കൾ എല്ലാവരും ഉണ്ട്. പക്ഷേ തന്റെ സ്വത്തെല്ലാം ആർക്ക് കൊടുത്തു? ഇസഹാക്കിന് കൊടുത്തു. അപ്പൊ എന്താണ് ഇസഹാക്കിന് ഇത് കൊടുക്കാനുള്ള കാരണം? അപ്പൊ ഇസഹാക്കിനെ കുറിച്ച് പറയുമ്പോ നമുക്ക് ദൈവവചനത്തിൽ കാണുന്ന ഒരു കാര്യം, അതിന്റെ 18-ാമത്തെ അധ്യായത്തില്, ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായത്തില് അവിടെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന്റെ 18-ാം അധ്യായം നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. അതിന്റെ 2-ാം വാക്യം,
தன் கண்களை ஏறெடுத்து பார்க்கும்போது இதோ 3 புருஷர் அவனுக்கு எதிரே நின்றார்கள். அவர்களை கண்டவுடனே அவன் கூடார வாசலிருந்து அவருக்கு எதிர்கொண்டு ஓடி தரைமட்டு குனிந்து അപ്പൊ അവിടെ അതിന്റെ 17-ാമത്തെ അധ്യായത്തിലാണ് അതിന്റെ ഇതിരിക്കുന്നത്. ഞാൻ അവിടുന്ന് വായിക്കാം. അപ്പോൾ അബ്രഹാം കവിണ് വീണ് ചിരിച്ചു. 100 വയസ്സുള്ള ഒരു മകൻ ജനിക്കുമോ? 90 വയസ്സുള്ള സാറ പ്രസവിക്കുമെന്ന് തന്റെ ഹൃദയത്തിൽ പറഞ്ഞു. അപ്പൊ അവിടെ അവൻ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഇസ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി. അപ്പൊ കർത്താവ് അബ്രഹാമിനോട് പറയുകയാണ്, അതിന് ദൈവം അരുളി ചെയ്ത്, അല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും, നീ അവൻ ഇസഹാക്ക് എന്ന് പേരിടണം. ഞാൻ അവനോട് അവന്റെ ശേഷം അവന്റെ സന്തതിയോടും എന്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും. സന്തതി. ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട 2 വാക്കുകളാണ് ഇന്ന് നമ്മൾ രാത്രി ചിന്തിക്കുന്നത്. മക്കൾ എന്താണ്, സന്തതി എന്താണ്? ഇത് രണ്ടും രണ്ടാണ്. മക്കൾ എന്ന് പറയുന്ന പദവും സന്തതി എന്ന് പറയുന്ന പദവും രണ്ടും രണ്ടാണ്. മക്കൾ എന്ന് പറയുന്ന പദവിയും സന്തതി എന്ന് പറയുന്ന പദവും രണ്ടും രണ്ടാണ്. മക്കളെല്ലാരും സന്തതികളല്ല, സന്തതി ഹല്ലേലൂയ ആമേൻ സാധാരണക്കാരനുമല്ല. അതായത് മക്കൾ എന്ന് പറയുമ്പോ ഒരു മനുഷ്യന് ലഭിക്കുന്ന മക്കളെയെല്ലാം മക്കൾ എന്നാണ് പറയുന്നത്. എന്നാൽ സന്തതി എന്ന് പറയുന്ന ആരെയാണെന്നറിയാമോ? അവന്റെ അനന്തരാവകാശിയുണ്ട്. ആ അനന്തരാവകാശിയുടെ പേരാണ് സന്തതി, സീഡ്. ഇംഗ്ലീഷിൽ സീഡ് എന്ന് പറയും, മലയാളത്തിൽ സന്തതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സന്തതി. അപ്പൊ ഈ സന്തതി നമുക്ക് ആ സന്തതി എന്ന് പറഞ്ഞ പദപ്രയോഗം നമ്മൾ ഈ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഗലാത്യർ 3:16. Galatians 3:16. ஆபிரகாமுக்கும் அவனுடைய சந்ததிக்கும் வாக்குத்தத்தங்கள் பண்ணப்பட்டன. சந்ததிகளுக்கு என்று அநேகரை குறித்து சொல்லாமல் உன் சந்ததிக்கு என்று ஒருவனை குறித்து சொல்லியிருக்கிறார். அந்த சந்ததி கிறிஸ்துவே. അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾ എന്ന അനേകരെ കുറിച്ചല്ല പറയുന്നത്, ഏകനെ കുറിച്ച് അത്ര പറയുന്നത്. അത് ക്രിസ്തു തന്നെ. അപ്പോ സന്തതി ആരാണ്? അബ്രഹാമിന്റെ സന്തതി ആരാ? ക്രിസ്തു. 29-ാം വാക്യം 29. நீங்கள் கிறிஸ்தின் உடையவர்கள் ஆனால் ആബ്രഹാമിൻ സന്തതിയാരായും വാഗ്ദത്തത്തിன்பടി സ്വതന്ത്രരായും இருக்கிறீர்கள். ക്രിസ്തുവിനുള്ളവരെങ്കിൽ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി, സീഡ്. അപ്പം യേശുവിനെ കുറിച്ച് പറയുന്നത് മകനെന്നല്ല, അബ്രഹാമിന്റെ സന്തതി എന്നാ പറയുന്നത്. യേശുവിനെ കുറിച്ച് സന്തതി എന്ന് പറയുന്ന അതേ പദമാണ് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന് 29-ാം വാക്യത്തിലും പറയുന്നത്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെങ്കിൽ അബ്രഹാമിന്റെ സന്തതി, സീഡ്. അപ്പൊ അവിടെ പറയുന്നത് നിങ്ങൾ സന്തതി. അപ്പൊ ആരോളിയ സന്തതി മകനല്ല, മകനും സന്തതിയും വേറെ വേറെയാണ്. മക്കൾ ധാരാളം മക്കളുണ്ട്. പക്ഷെ ഈ ലോകത്തിൽ കാണുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാ, അല്ലെ? ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരെ ലോകത്തിൽ കാണുന്ന എല്ലാവരും. പക്ഷെ സന്തതി ആരാ? ക്രിസ്തുവിനുള്ളവർ സന്തതി. നിങ്ങൾ ആ വ്യത്യാസം മനസ്സിലാക്കണം. സന്തതിയും മക്കളും നമ്മുടെ വ്യത്യാസം മനസ്സിലാക്കണം. ഈ ലോകത്തിലുള്ളവരെല്ലാവരും ആരാ? മക്കളാ. പക്ഷേ ക്രിസ്തുവിനുള്ളതാരാ? സന്തതിയുടെ പ്രത്യേകത എന്താണ്? മക്കൾക്കല്ല വാഗ്ദത്തം, സന്തതിക്കാണ് വാഗ്ദത്തം. ഇസ്മായേൽ ഉണ്ടായിരുന്നു. നമ്മൾ വായിച്ചതായി 25-ാം അധ്യായത്തിൽ ഉൽപ്പത്തി 25-ന്റെ 1, 2, 3, 4 വാക്യത്തിൽ കാണുന്ന മക്കൾ കുറെ പേരുണ്ട്. ഇവരെല്ലാം കെതൂറയുടെ മക്കളെന്നാണ് 4-ാം വാക്യം അവസാനിക്കുന്നത്. അപ്പൊ ഇവർ ഇത്ര മക്കളുണ്ട്, ഈ കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. മക്കൾ, പക്ഷെ സന്തതി ഇസഹാക്ക്. അപ്പൊ സന്തതി ആരാ? ഇസഹാക്കാണ് സന്തതി. മക്കളാകിയാൽ എല്ലാവരും സന്തതിയാകിയില്ലല്ലോ. മക്കളായവരെല്ലാം സന്തതിയാകത്തില്ലെന്ന് വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മക്കളായതുകൊണ്ട് അവർ സന്തതികളാകണമെന്നില്ല. അപ്പോ ആരാണ്? വാഗ്ദത്തത്താൽ ജനിച്ചവരത്രേ സന്തതി. അപ്പോ സന്തതി എന്ന് പറയുന്നത് അത് മക്കൾ എന്ന് പറയുന്ന പ്രയോഗത്തിൽ നിന്ന് അപ്പുറമാണ് സന്തതി എന്ന് പറയുന്ന പ്രയോഗം.
ഹല്ലേലൂയ. സന്തതി എന്ന് പറയുന്നത് വാഗ്ദത്തത്താൽ ജനിച്ചവരെ കുറിച്ചാണ് സന്തതി എന്ന് പറയുന്നത്. അപ്പോ സന്തതി എല്ലാവരും മക്കളാകിയാൽ എല്ലാവരും മക്കളാകത്തില്ല. സന്തതികൾ എന്ന് പറയുന്നത് ഹല്ലേലൂയ ആമേൻ. ആരാണ് സന്തതി? നമുക്ക് വായിക്കാം. റോമാലേഖനം 9-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം 7-ാം വാക്യം വായിക്കാം. റോമൻസ് chapter 9 verse 7 and 8. அவர்கள் ஆபிரகாமின் சந்ததியாராலும் எல்லாரும் பிள்ளைகள் அல்லவே, ஈசாக்கிடத்தில் உன் சந்ததி விளங்கும் என்று சொல்லியிருக்கிறதே, அது எப்படி என்றால் மாம்சப்படி பிள்ளைகள் ஆனவர்கள் தேவனுடைய பிள்ளைகள் அல்ல, வாக்குத்தத்தமுடைய பிள்ளைகள் ஆனவர்களே அந்த സന്തതി என்று എണ്ണപ്പെടുகிறார்கள். ഓ ഹല്ലേലൂയ. അപ്പൊ ഇത് വളരെ വ്യക്തമാണ്. അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കൾ എന്ന് വരികയില്ല. സന്തതി അവിടെ പറയുകയാണ്, ഇസഹാക്കിൽ നിന്ന് ജനിച്ചവൻ അത്ര നിന്റെ സന്തതി. ആരാ? സന്തതി, മക്കൾ. ആ ഒരു ട്രാൻസ്ലേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. മലയാള ട്രാൻസ്ലേഷൻ ഒരിടത്ത് ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് വായിക്കുന്നത് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. സന്തതി. അപ്പോ സന്തതി എന്ന് പറയുന്നത് ഹല്ലേലൂയ പിന്തുടർച്ച അവകാശമുള്ളവർക്കാണ് സന്തതി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആരാണ് സന്തതി? നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെങ്കിൽ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്. ക്രിസ്തുവിനുള്ളവരെങ്കിൽ നിങ്ങൾ ആരാണ്? അബ്രഹാമിന്റെ സന്തതി, മക്കളല്ല, സന്തതികൾ, അവകാശമുള്ളവർ. ആമേൻ. അനന്തര അവകാശികളാണ് മക്കൾ, സന്തതികൾ. ഹല്ലേലൂയ. സന്തതി. അപ്പൊ ആ സന്തതി എന്ന് പറയുന്നതിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് വീണ്ടും വായിക്കാം. റോമലേഖനം 8-ാം അധ്യായം 15-ാം വാക്യം. റോമൻസ് chapter 8 verse 15. റോമൻസ് 8:15. அந்தபடி திரும்ப பயப்படுத்த நீங்கள் அடிமைத்தனத்தின் ஆவியை பெறாமல் அப்பா பிதாவை என்று கூப்பிடப்படுகிற புத்திர சுவிகாரத்தின் ആവിയെ பெற்றீர்கள். ആകയാൽ പിന്നെ നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്ര നിങ്ങളിൽ പകർന്നിരിക്കുന്നത്. ഇത് 16-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവ് പുത്രത്വത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ, പുത്രത്വത്തിന്റെ ആത്മാവ്. എന്നിട്ട് അതിന്റെ 17-ാം വാക്യം വേഴ്സ് 17. நாம் பிள்ளைகள் ஆனால் சுதந்திரமாமே, தேவனுடைய சுதந்திரரும் கிறிஸ்துக்கு உடன் சுதந்திரமாமே, கிறிஸ்துவுடன் கூட நாம் മഹിയപ്പെടുம்படிക്ക് അവരോട് കൂടെ പാടുപെട്ടാൽ அப்படியாகும். അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളാണ്. മക്കളെങ്കിൽ നിങ്ങൾ ആരാ? അവകാശികളാ. മക്കളല്ല ആരാ? അവകാശികളാ. മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാ. അപ്പൊ അവിടെ മക്കൾക്കുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ മക്കളെങ്കിൽ നിങ്ങൾ അവകാശികൾ. അവകാശി ആരാണ്? അവകാശി. മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാ. എങ്ങനെ മക്കളായി തീർന്നത്? മക്കളായി തീർന്നത് എങ്ങനെയാ? നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. காலம் நிறைவேறின போது ஸ்ரீனிடத்துக்கு பிறந்தவரும் நியாயப்பிரமாணத்துக்கு கீழானவருமாகிய தம்முடைய குமாரனை தேவன் அனுப்பினார். அடுத்த வாக்கியம். மேலும் நீங்கள் புத்திரராய் இருக்கிறபடினால் அப்பா பிதாவே என்று கூப்பிடத்தக்கதாக தேவன் தமது குமாரனுடைய ஆவியை உங்கள் இருதயங்களில் അനുപ്പിനാർ. നിങ്ങൾ മക്കളാകിയാൽ അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നു. ഹൃദയങ്ങളിൽ പകർന്നു. അപ്പൊ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്, പരിശുദ്ധാത്മാവിനെ തന്നത് അന്യഭാഷ പറഞ്ഞു നിർത്താനല്ല, അങ്ങനെ തീർക്കാനല്ല. പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് തന്നത് അഭിഷേകം കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഉടനെ കൈവെക്കുന്നവരുടെ കൂട്ടത്തിൽ കൈവെക്കാനായിട്ടല്ല. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിനെ തന്നത് പുത്രത്വം നമ്മുടെ അകത്ത് ഗ്യാരണ്ടി തരാനായിട്ടാണ്. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിനെ തന്നത് സൺഷിപ്പിന്റെ എന്താ പറയുന്നത്, ഓതന്റിക്കേഷൻ, അതിനെ ഉറപ്പിച്ചതാണ് പരിശുദ്ധാത്മാവിലൂടെ. പരിശുദ്ധാത്മാവിനെ തന്നതിലൂടെ നമ്മുടെ പുത്രത്വത്തെ ഉറപ്പിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നതിലൂടെ. അപ്പൊ പരിശുദ്ധാത്മാവിനെ തന്നതിലൂടെ നമ്മുടെ പുത്രത്വത്തെ ഉറപ്പിച്ചിട്ട് അവിടെ പറയുകയാണ്,
നിങ്ങളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പകർന്നിരിക്കുന്നു. 6-ാം വാക്യം. ஆகையால் இனி நீ அடிமையாயிராமல் புத்திரனாயிருக்கிறாய். நீ புத்திரனே ஆனால் கிறிஸ்து மூலமாய் தேவனுடைய சோதரனுமாய் இருக்கிறாய். ആകയാൽ നിങ്ങൾ അടിമയാളല്ല, നിങ്ങൾ അവകാശികളാ, മക്കളാ. മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാ. നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളാ. മക്കളെങ്കിൽ അവകാശി എന്ന് പറഞ്ഞാൽ മക്കളായിരിക്കുന്നവർ അവകാശി എന്ന് പറയുന്നതാണ് ഞാൻ ഈ ആദ്യം പറഞ്ഞ സീഡ് എന്ന് പറയുന്ന നിലയിലേക്ക് വരുന്നത്. സീഡ്, അതായത് മക്കളായ നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചു. ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്നാന്നറിയാമോ? നിങ്ങൾ സന്തതികളായിട്ട് മാറി. സീഡ്, സീഡ്. ആമേൻ. നമ്മൾ ആരാണ്? സന്തതികൾ, സന്തതികൾ. അപ്പൊ യേശുക്രിസ്തുവിനെ ഒരാള് സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തി, മറക്കരുത്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. മക്കളാണെങ്കിൽ നിങ്ങൾ അവകാശികളാണ്, അവകാശികൾ. അപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലേക്ക്, നിങ്ങളിലേക്ക്, നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിനെ പകർന്നപ്പോൾ നമുക്കുണ്ടായ ഏറ്റവും വലിയ പദവി മാറ്റം എന്ന് പറയുന്നത് ഹല്ലേലൂയ, ദൈവത്തിന്റെ മക്കളായിട്ട് മാറി. ദൈവ മക്കളായിട്ട് മാറി. ദൈവത്തിന്റെ മക്കളായിട്ട് മാറി. എന്നാൽ മക്കളായ നാം എപ്പോഴാണോ ഹല്ലേലൂയ പുത്രന്മാരായി വളരുന്നത്, അതായത് പുത്രന്മാരാകുന്നത് എപ്പോഴാണെന്നറിയോ? എപ്പോഴാ പുത്രന്മാരാകുന്നത്? അവിടെയാണ് സീഡിന്റെ പ്രത്യേകത നമ്മൾ അറിയേണ്ടത്. അതായത് ഈ പഴയ നിയമത്തില് അതിന്റെ ചരിത്രം പഠിക്കുമ്പോ എല്ലാവർക്കും പിതാവിനെ അബ്ബ എന്ന് വിളിക്കാനുള്ള യോഗ്യതയില്ല. അബ്ബ എന്ന് വിളിക്കുന്നത്, അബ്ബ പിതാവേ, പിതാവേ എന്ന് വിളിക്കുന്നത്, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന എപ്പോഴാണെന്നറിയോ? ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുമ്പോൾ വിളിക്കുന്നതാണ് പിതാവേ. അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിച്ചപ്പോ പ്രാർത്ഥിപ്പിച്ചത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് അന്നു വേണ്ടുന്ന ആഹാരം തരണമേ പിതാവേ. അപ്പൊ യേശു ലാസറിന്റെ കല്ലറവാതിക്കൽ എങ്ങനെയാ വിളിച്ചേ? പിതാവേ. എന്താണെന്നറിയോ? യേശു പിതാവിൽ നിന്ന് ചിലത് എക്സ്പെക്ട് ചെയ്യുക, പിതാവിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുക. കാരണം സൗഖ്യം വേണം, അത്ഭുതം വേണം. അപ്പൊ അങ്ങോട്ട് വിളിക്കുന്ന വിളിയാ പിതാവേ, ഹെവൻലി ഫാദർ. പിതാവേ എന്ന് വിളിക്കുന്നത് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുമ്പോ. എന്നാൽ അബ്ബ എന്ന് വിളിക്കുമ്പോ എങ്ങനെയാണെന്നറിയാമോ? പിതാവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ പിതാവിനെ അങ്ങോട്ട് വിളിക്കുന്ന വിളിയുടെ പേരാണ് അബ്ബ. അപ്പൊ പ്രായപൂർത്തിയായ മകനാണ്, പ്രായപൂർത്തിയായി പിതാവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവൻ. അതായത് രാജാവ് വിളിക്കുമ്പോൾ ഒരു അടിമ ചെന്നിട്ട് പറയുക അടിയനിതാ എന്ന് പറയത്തില്ലേ? ആ വാക്കിന് ഈക്വലന്റ് ആയിട്ടാണ് യഹൂദന്മാരുടെ ഇടയിൽ അബ്ബ എന്നുള്ള പദപ്രയോഗത്തെ കാണുന്നത്. അപ്പോഴ് യേശുക്രിസ്തു പിതാവിനെ ഒരൊറ്റ സ്ഥലത്തെ അബ്ബ എന്ന് വിളിച്ചിട്ടുള്ളൂ. ചില നാളുകൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണെങ്കിലും വീണ്ടും ഈ മക്കളുടെ അതോറിറ്റിയിലേക്ക് വരുന്നത് കൊണ്ട് നമ്മൾ ആ വാക്യം ഒന്നുകൂടെ ചിന്തിച്ചു പോകുന്നേ ഉള്ളൂ. മർക്കോസിന്റെ സുവിശേഷത്തില് നമുക്കത് കാണാൻ സാധിക്കും. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തില് കർത്താവ് അവനെ അബ്ബ എന്ന് വിളിക്കുക. നമ്മുടെ കർത്താവ് അവനെ അബ്ബ എന്ന് വിളിക്കുക. ദൈവത്തെ അബ്ബ എന്ന് വിളിച്ചൊരു വാക്യമുണ്ട്. അതിന്റെ 14-ാം അധ്യായത്തിന് 36, മർക്കോസ് 14:36 യേശു ആ ഒറ്റ സ്ഥലത്ത് മാത്രമേ ദൈവത്തെ അബ്ബ എന്ന് വിളിച്ചിട്ടുള്ളൂ. അതെവിടെയാണെന്നറിയാമോ? ഗദശമന തോട്ടത്തിൽ. എന്താണെന്നറിയാമോ? ഇത്രയും നേരവും പിതാവേ നീ എന്നിൽ നിന്നുകൊണ്ട് ചെയ്യായിരുന്നു, നീ എനിക്ക് വേണ്ടി പ്രവർത്തി ചെയ്യായിരുന്നു, പക്ഷെ ഇപ്പോ നിനക്ക് വേണ്ടി ഞാൻ ആക്ട് ചെയ്യാൻ പോവാ. സോ ദിസ് ഇസ് എ ടൈം ടു കോൾ യു അബ്ബ. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവ് എങ്ങനത്തെ ആത്മാവെന്നറിയാമോ? അബ്ബ, പിതാവേ എന്ന് വിളിക്കുന്ന. അതായത് ഇങ്ങോട്ട് തരാൻ വേണ്ടി മാത്രമുള്ളതല്ല, അങ്ങോട്ട് ചിലത് ചെയ്യാനായിട്ടുമുള്ള കമ്മിറ്റ്മെന്റ് ഉള്ള മക്കളാണ് അബ്ബ എന്ന് വിളിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇങ്ങോട്ട് ചിലത് നേടിയെടുക്കുന്ന
ഹല്ലേലൂയ, മക്കൾ എന്നതിൽ നിന്ന് അപ്പുറമായി അങ്ങോട്ട് ചിലത് ചെയ്യുന്ന സീഡായിട്ട്, അങ്ങോട്ട് ചിലത് ചെയ്യുന്ന സന്തതികളായിട്ട് മാറുക. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞല്ലോ, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിനകത്ത് എന്റെ ശുശ്രൂഷയുടെ കാലങ്ങളിൽ ഹല്ലേലൂയ ചില മേഖലകളിൽ മുറിപ്പെടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനതുകൊണ്ടൊന്നും പിന്മാറിയിട്ടില്ല. ഒരൊറ്റ അവിടെ നടന്ന ഒരു വിഷയം ഞാൻ എന്റെ വീട്ടിൽ ചെന്ന് പറയത്തില്ല. എന്നെ അവിടെ വഴക്കു പറയും, എന്നെ അവിടെ കളിയാക്കും, എനിക്ക് അവിടെ പ്രയാസങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒറ്റ കാര്യം വീട്ടിൽ ചെന്ന് പറയത്തില്ല. വീട്ടിൽ ചെന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അവർ മാതാപിതാക്കൾ അവർ പറയും അങ്ങനെയാണെങ്കിൽ ആ കാര്യത്തിൽ വേണ്ട, മതിയാക്ക്. പക്ഷെ എനിക്ക് അത് ചെയ്യണം, ദൈവവേലയെ എനിക്കത് ചെയ്യണം. ഞാൻ മിണ്ടത്തില്ല. ഞാൻ പറയാൻ പ്രിയപ്പെട്ടവർ, എനിക്ക് ഇന്ന് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ അനുഭവിക്കുന്ന എന്തെങ്കിലും ചെറുതോ വലുതോ ആയ നന്മയുണ്ട് എന്ന് എനിക്ക് അവകാശപ്പെടാനുണ്ടെങ്കിൽ ഇന്ന് ഈ ദേശത്ത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് കർത്താവിനെ നിർത്തിയിരിക്കുന്നത്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിട്ട് എനിക്ക് അതിന് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. എല്ലാം കൃപയാലാം, എല്ലാം കർത്താവിന്റെ ദാനമാം, എല്ലാം കർത്താവിന്റെ കൃപയാ, എല്ലാം ബിക്കോസ് ഓഫ് ജീസസ്. എവറിത്തിങ് ബിക്കോസ് ഓഫ് ജീസസ്, ബിക്കോസ് ഓഫ് ജീസസ്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോകും, ഇത് സ്വപ്ന ലോകത്താണെന്ന്. അതുപോലെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നു, അതുപോലെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്നു. ഇവിടെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, ആമേൻ, എല്ലാ സന്ദർഭങ്ങളും നല്ലതായിരിക്കുമ്പോൾ മാത്രമല്ല കർത്താവിനോട് ഓടേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരും കളിയാക്കുമ്പോൾ അതാണ് നിങ്ങളുടെ പ്രതിഫലത്തിന്റെ സമയം. ലോകം നിങ്ങൾക്ക് പ്രതിഫലം തരുമ്പോ വചനം എന്താ പറയുന്നറിയാമോ? അത് അവര് ജാതികളോടും അങ്ങനെ തന്നെ ചെയ്തത്. പഴയ കള്ളപ്രവാചകന്മാരോട് അവർ അങ്ങനെ തന്നെ ചെയ്തത്. അവരവരെ അപ്രീഷിയേറ്റ് ചെയ്തു, അവരവരെ പുകഴ്ത്തി പറഞ്ഞു. എന്നാൽ ഹല്ലേലൂയ വചനത്തിൽ പറഞ്ഞു, നിങ്ങളെ കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോ നിങ്ങൾ സന്തോഷിപ്പിൻ, നിങ്ങളുടെ പ്രതിഫലം വലുത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഹല്ലേലൂയ, നിങ്ങൾ അബ്ബാന്ന് വിളിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു ഒറ്റ ജീവിതം, ഡു ദ ബെസ്റ്റ് ഫോർ ദ ലോർഡ്. നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത് ചെയ്തേ, ഏറ്റവും നല്ലത് ചെയ്തേ, ഏറ്റവും നല്ലത് ചെയ്തേ. ഹല്ലേലൂയ, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ലോകത്തിലെ മനുഷ്യൻ നിങ്ങളെ സ്വാധീനിക്കാനായിട്ട് വിട്ടുകൊടുക്കരുത്. കാരണം നിങ്ങൾ മനുഷ്യരുടെ അടിമകളല്ല. മനുഷ്യർ നിങ്ങളെ കുറിച്ച് കളിയാക്കുമ്പോ, മനുഷ്യർ നിങ്ങളെ കുറിച്ച് അപവാദം പറയുമ്പോ, നിങ്ങൾ ആമേൻ കർത്താവിന്റെ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നെങ്കിൽ നിങ്ങൾ മനുഷ്യന്റെ അടിമകളാണ്. എന്നാൽ ആ സമയത്തും കർത്താവിന് വേണ്ടി നിങ്ങൾ ഓടുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ മക്കളാകുമ്പോ നിങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ അകത്തുനിന്ന് ഒരു അധികാരം പുറപ്പെടും. ഹല്ലേലൂയ, നിങ്ങളുടെ അകത്തുനിന്ന് ഒരു അധികാരം പുറപ്പെടും. നിങ്ങളുടെ അകത്തുള്ള ശക്തി വെളിപ്പെടുമോ, നിങ്ങളുടെ അകത്തുള്ള അഭിഷേകം വെളിപ്പെടുമോ, അവസ്ഥകളെ മാറുന്ന, സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന, ഭൂതത്തെ പുറത്താക്കുന്ന, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന, ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ഹല്ലേലൂയ ലോകത്തെ ഭ്രമിപ്പിക്കുന്ന പോലെ ഒരു അഭിഷേകം നിങ്ങളുടെ മേലേക്ക് കർത്താവ് പകർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, നിങ്ങൾക്ക് വിരോധമായി സാഹചര്യങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, നിങ്ങളുടെ വിളി വലുതാണ്. ആ സാഹചര്യത്തില് ഹല്ലേലൂയ മടുത്തു പോകാനുള്ളതല്ലത്, തളർന്നു പോകാനുള്ളതല്ലത്. ഹല്ലേലൂയ നിലവിളിക്കാനുള്ള സമയമല്ലത്, നിരാശപ്പെടാനുള്ള സമയമല്ലത്, പതറിപ്പോകാനുള്ള സമയമല്ലത്. ഹല്ലേലൂയ, കർത്താവിന് നിങ്ങളെ കുറിച്ചുള്ള ഒരു വലിയൊരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ മേൽ കർത്താവിന് വലിയൊരു നിയോഗം കിടപ്പുണ്ട്. നിങ്ങളെ കുറിച്ച് കർത്താവിന് ഒരു അസാധാരണ പദ്ധതിയുണ്ട്. നിങ്ങളകത്ത് അതൊന്ന് തിരിച്ചറിഞ്ഞിട്ട് ഹല്ലേലൂയ മടുത്തു പോകരുത്. ഡു ദ ബെസ്റ്റ് ഫോർ ദ ലോർഡ്. ഇതുവരെയും ചെയ്തതിനേക്കാൾ ഏറ്റവും നല്ലത് ചെയ്ത്, ഏറ്റവും ബെസ്റ്റ്, കൂടുതൽ കമ്മിറ്റ്മെന്റോടെ, കൂടുതൽ സമർപ്പണത്തോടെ. ഹല്ലേലൂയ, എത്രത്തോളം ഹല്ലേലൂയ ആമേൻ നിങ്ങൾ ഒരു പ്രശംസയുടെ വാക്കും കേൾക്കാതെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രത്തോളം നിങ്ങളുടെ പ്രതിഫലം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരുപക്ഷെ നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ അകത്ത് പറഞ്ഞോണം, ഇല്ല, എന്റെ അടുത്ത സീസൺ ആരംഭിക്കുക. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ അകത്തുള്ള അധികാരത്തെ ഉപയോഗിക്കാനായിട്ട് പഠിക്കണം. യേശുവിന്റെ നാമത്തിൽ എനിക്ക് വിരോധമായി എഴുന്നേറ്റിരിക്കുന്ന ഈ പ്രതികൂലത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അതിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഹല്ലേലൂയ ഞാനിതിനെ എന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. നിങ്ങൾ പറയുമ്പോൾ അത് സംഭവിക്കും. നമ്മൾ ഇന്നലെ ചിന്തിച്ചത് നാവിന്റെ അധികാരത്തെ കുറിച്ച്, അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നാളെ വരുന്നത്.
ഇന്ന് ഈ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ചിന്ത പോയതുകൊണ്ട് ഇത് നിങ്ങളുമായി പങ്കുവെച്ചത്. ഞാൻ പറയട്ടെ, നിങ്ങൾ സന്തതികളാണ്, മക്കളല്ല, സന്തതികളാണ്. നിങ്ങൾ അവനെ വിളിക്കുന്നത് അബ്ബാ എന്നാണ്. നിങ്ങൾ ഓരോ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് ഇളക്കി മറിച്ച് ഒന്ന് നോക്കിക്കേ, ഇന്ന് പകൽ എന്ത് കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റി. ഹല്ലേലൂയ, ആമേൻ. ഈ ദിവസങ്ങളിൽ പതറിപ്പോകരുത്, തളർന്നു പോകരുത്, നിരാശപ്പെടരുത്. അകത്ത് പ്രത്യാശയോടെ, ധൈര്യത്തോടെ, ഉറപ്പോടെ, ഹല്ലേലൂയ, നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി കൽപ്പിച്ച്, നിങ്ങളുടെ സമ്പത്തിനെ നോക്കി കൽപ്പിച്ച്, നിങ്ങളുടെ ശരീരത്തെ നോക്കി കൽപ്പിച്ച്, നിങ്ങളുടെ മക്കളെ നോക്കി കൽപ്പിച്ച്, നിങ്ങളുടെ സാഹചര്യങ്ങൾ നോക്കി കൽപ്പിച്ച്, ഹല്ലേലൂയ, നിങ്ങളുടെ വീടിനെ നോക്കി ഒന്ന് കൽപ്പിച്ച്, നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ വീട്ടിനകത്തുള്ള അന്തരീക്ഷത്തെ നോക്കി ഒന്ന് കൽപ്പിച്ച്, ആ സാമ്പത്തികമായിട്ടുള്ള ഫ്ലോ, സാമ്പത്തികമായിട്ടുള്ള ഒഴുക്കില്ലാതായിരിക്കുന്നു, അതിനെ നോക്കി ഒന്ന് കൽപ്പിച്ച്, കൂടെ രോഗം വരുന്നു, രോഗാത്മാവിനോട് കൽപ്പിച്ച്, നിങ്ങളുടെ മനസ്സിനകത്ത് നിരാശ വരുന്ന നിരാശയുടെ ആത്മാവിനോട് കൽപ്പിച്ച് നിങ്ങൾ പറയുമ്പോൾ അത് നിങ്ങൾ പറയുന്നിടത്ത് നിൽക്കും. ഹല്ലേലൂയ, നിങ്ങളുടെ അകത്ത് ആ ഒരു അനോയിന്റിംഗ് കിടപ്പുണ്ട്, മറന്നു പോകരുത്. ഹല്ലേലൂയ, നിങ്ങളുടെ അകത്തൊരു വലിയ വിളി കിടപ്പുണ്ട്, അതിനെ മറന്നു പോകരുത്. നിങ്ങളുടെ അകത്തൊരു വലിയൊരു നിയോഗം കിടപ്പുണ്ട്, അതിനെ മറന്നു പോകരുത്. ഓരോ നാളും പരിശുദ്ധാത്മാവിൽ ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിന്റെ ആമേൻ ആ വലിയ വെളിപ്പാട് കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. ജയത്തിൽ നിന്ന് ജയത്തിലേക്ക്, അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് കുതിച്ചു വരാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഈ ദിവസങ്ങൾ ഇടയാക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ വീണ്ടും പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾ ആമേൻ ക്രിസ്തുവില് അവകാശികളാണ്. ഗലാത്യ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമാണ് വായിച്ചത്. നിങ്ങൾ മക്കളെങ്കിൽ അവകാശികൾ, അല്ലെ? അവകാശികൾ. വായിക്കാം. 4-ാം അധ്യായം 1-ാം വാക്യം. ഗലേഷ്യൻസ് ചാപ്റ്റർ 4 verse 1. பின்னும் நான் சொல்லுகிறது என்னவெனில், சுதந்திரவாளியானவன் எல்லாவற்றுக்கும் எஜமானாய் இருந்தும் அவன் சிறு பிள்ளையா இருக்கும் காலம் அளவும் அவனுக்கும் அடிமையானவனுக்கும் வித்தியாசம் இல்லை. അപ്പോ മക്കൾ, അത് നിങ്ങൾ പുത്രന്മാരാണ്, മക്കളാണ്. മക്കളെങ്കിൽ അവകാശികൾ. അവകാശി സർവത്തിനും യജമാനൻ. 4:1 പറയുന്നു അവകാശി ആരാ. 4:6 പറയുന്നു മക്കൾ അവകാശികളാ. 4:1 പറയുന്നു അവകാശി സർവത്തിനും യജമാനനാ. എന്തിനൊക്കെ യജമാനനാ? എന്തിനൊക്കെ യജമാനനാ? സകലത്തിർക്കും. എന്തിനൊക്കെയാ? എല്ലാത്തിനും യജമാനനാ. അവകാശി സർവത്തിനും യജമാനനാ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സാഹചര്യങ്ങളെ വാഴുന്നത് ലോകമാണോ നിങ്ങളാണോ? വാഴേണ്ടത് ലോകമാണോ നിങ്ങളാണോ? നിങ്ങളാണ് സർവത്തിനും യജമാനന്മാർ. തിരിച്ചറിയുക, ജീവിതത്തിൽ നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞു മുന്നോട്ട് പോവുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങൾ സന്തതികളാണ്. മക്കൾ എന്നതിനപ്പുറത്ത് സന്തതികളാണ്. ആ സന്തതികളാണെന്നുള്ള യഥാർത്ഥമായ ബോധ്യത്തോടുകൂടെ ഇന്നുള്ള എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഉള്ളിൽ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങളെ മുഴുവനായിട്ട് ഞങ്ങളുടെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു. ഞങ്ങളുടെ അകത്തുള്ള ആത്മാവിന്റെ അതോറിറ്റി, പവർ ആൻഡ് അതോറിറ്റി തിരിച്ചറിഞ്ഞ് പ്രതികരിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.